കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡ് ഒരു ഉദ്ഘാടനമാണ് ചർച്ച ചെയ്തത്. അപ്പോൾ പ്രേക്ഷകർ ചിലപ്പോൾ ഒന്ന് ചിന്തിക്കുന്നുണ്ടാകാം, 15 വർഷമായി നേർരേഖ 750 എപ്പിസോഡ് പിന്നിട്ടു. ആദ്യമായി ഒരു ഉദ്ഘാടനം ചർച്ച ചെയ്യുന്നു. അതെന്തുകൊണ്ട്? നമുക്കറിയാം, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ ആസ്ഥാനം ഒരു കാലത്ത് തലശ്ശേരിയായിരുന്നു. ഇന്ത്യയിൽ തന്നെ 2 ജുഡീഷ്യൽ ആസ്ഥാനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കൊൽക്കത്തയിലും ഒന്ന് നമ്മുടെ തലശ്ശേരിയിലും, പൈതൃക നഗരിയായ തലശ്ശേരിയിലും. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഏതാണ്ട് 222 വർഷം പിന്നിടുകയാണ് നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ. 2025 വേറൊരു ചരിത്രത്തിന് കൂടി തലശ്ശേരി സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജുഡീഷ്യൽ കോംപ്ലക്സ് യാഥാർത്ഥ്യമാകുകയാണ്. നമ്മൾ ആലോചിക്കണം, 222 വർഷം മുമ്പ് ന്യായാലയം, ഒരു നീതിന്യായ സംവിധാനം എന്നൊക്കെ അന്ന് തുടങ്ങി, ഇന്ന് കാലം മാറി, കഥ മാറി, ചരിത്രം മാറി. ഏറ്റവും ആധുനിക സംവിധാനങ്ങളൊക്കെ ഒരുങ്ങുകയാണ്. കോടതി കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യുന്നൊരു ആഘോഷമായി നമ്മൾ കാണേണ്ടതില്ല. കാരണം ഈ നീതിന്യായ വ്യവഹാര വ്യവസ്ഥകളൊന്നും ഇല്ലാത്ത ഒരു സുന്ദരമായ ലോകത്തെക്കുറിച്ചാണ് നാം സ്വപ്നം കാണാറ്. പക്ഷേ 3.5 കോടി ജനം കേരളത്തിലുണ്ട്, 150 കോടി ഇന്ത്യയിലുമുണ്ട്. അപ്പോൾ വ്യവഹാരങ്ങൾ എന്തായാലും സ്വാഭാവികമാണ്. ഏറ്റവും എളുപ്പത്തിൽ സാധാരണ മനുഷ്യർക്ക് നീതി ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാനമായ കാരണം. അതുകൊണ്ട് തന്നെയാണ് ഈ നീതിന്യായ സംവിധാനങ്ങളുടെ ആസ്ഥാന ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നേർരേഖ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട 3 പേർ ഈ ചർച്ചയിൽ ആദ്യഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ 222 വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള, അതേ 220 വർഷം പഴക്കമുള്ള ഒരു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുണ്ട്. അവിടുത്തെ നമ്മുടെ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ്, അദ്ദേഹം ഡിസ്ട്രിക്ട് ജഡ്ജ് കൂടിയാണ്, KT നിസാർ അഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം ചേരുന്നത് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് മാഡം MACT ജഡ്ജ് കൂടിയാണ് TK നിർമ്മല, കൂടെ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് പ്ലീഡർ K അജിത് കുമാർ. 3 പേരാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രേക്ഷകർക്കും ഒപ്പം 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ ഡിസ്ട്രിക്ട് ജഡ്ജിൽ നിന്ന് തുടങ്ങാം. KT നിസാർ സർ, നമ്മളുടെ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത് നേർരേഖയ്ക്ക് ശീലമുള്ള ഒരു എപ്പിസോഡല്ല ഇത്. ഞങ്ങളിത് തിരഞ്ഞെടുക്കാൻ കാരണം, ഹൈക്കോടതി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജുഡീഷ്യൽ കോംപ്ലക്സ്, നീതിന്യായ കെട്ടിട സമുച്ചയം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. താങ്കൾ ഇവിടെ വന്നിട്ട് ഈ തലശ്ശേരി കോടതിയുടെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് താങ്കളുടെ ഒരു ചിന്ത കടക്കുമ്പോൾ എങ്ങനെയാണ് ഈ തലശ്ശേരിയെയും ഈ ചരിത്ര ന്യായ സംവിധാനങ്ങളെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു ചിന്തകൾ എങ്ങനെ കടന്നു പോകും? തലശ്ശേരിയിൽ വന്ന് ഞാൻ ചാർജ് എടുത്തത് 2023 ജൂൺ 1-നാണ്. തലശ്ശേരി പോസ്റ്റിംഗ് കിട്ടി ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയ ഒരു പോസ്റ്റിംഗ് എന്നതിലുപരി ഈ ജില്ലയിലെ നീതിന്യായ വ്യവസ്ഥയുടെ ഇത്രയും പ്രാധാന്യമുള്ള ചരിത്രത്തെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. കുറച്ച് പാരമ്പര്യമുള്ള കോടതിയാണ് തലശ്ശേരി എന്നും, ഇവിടെ ഏറ്റവും നമുക്ക് ഹൈലൈറ്റായി എപ്പോഴും ശ്രദ്ധയിൽ വരുന്നത് തലശ്ശേരിയിലെ റെക്കോർഡ് റൂമാണ്. ഇവിടെ ഒരു നല്ലൊരു റെക്കോർഡ് റൂം ഉണ്ടെന്നും അതിൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള റെക്കോർഡ്സുകൾ അവൈലബിൾ ആണെന്നും മാത്രമേ എൻ്റെ അറിവിലുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് ആ റെക്കോർഡ് റൂം നേരിട്ട് കാണുകയും അത് കോടതിയിൽ പശ്ചാത്തലം വന്ന് പഠിച്ചു കഴിയുമ്പോഴാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ കോടതിയുടെ ശരിക്കുള്ള അതിൻ്റെ വലുപ്പം എന്ന് നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എത്രമാത്രം പഴക്കുന്ന, എത്രമാത്രം പാരമ്പര്യമുള്ള കോടതിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് തലശ്ശേരി ആയിരുന്നു ജുഡീഷ്യൽ ഹെഡ് ക്വാർട്ടർ എന്ന് തന്നെ പറയാം. കാരണം 1802 ഇവിടെ ഒരു ജില്ലാ കോടതി ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുകയുണ്ടായി. ആ കാലത്ത് ഈ തലശ്ശേരിയിലുള്ള കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ, അത് അധികാര പരിധി, മഹാരാഷ്ട്രയിലെ കൊങ്കൺ റീജിയൻ മുതൽ ഇങ്ങോട്ട് നമ്മുടെ ഇപ്പോഴത്തെ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളടക്കമുള്ള അത്രയും ഏരിയയിലുള്ള പവർ ഉണ്ടായിരുന്നു. അത്രയും ഏരിയ ആയിരുന്നു അത് ഉണ്ടായിരുന്നു. 1802 ഈ ജില്ലാ കോടതി തുടങ്ങി. പിന്നീട് അത് ഡിസ്ട്രിക്ട് മുനിസിപ്പൽ കോടതിയായി കൺവേർട്ട് ചെയ്തു. അതിനുശേഷം സിവിൽ ആൻഡ് സെഷൻസ് കോടതികൾ തുടങ്ങി. പിന്നീട് ഡിസ്ട്രിക്ട് സെഷൻസ് കോർട്ട് തുടങ്ങി. ഇപ്പോൾ 223-ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അത്രയും പാരമ്പര്യമുള്ള ഒരു കോടതിയാണ്. അപ്പോൾ ഇവിടെ ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. അത് ഈ അവസരത്തിൽ ഇപ്പോൾ വന്നതിന് ശേഷം ഈ വർഷം തന്നെ
ഇങ്ങനെ ഒരു പുതിയ കെട്ടിടം കൂടി അതിൽ ഭാഗമാക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമായിട്ട് ഞാൻ കാണുകയാണ്. ഇപ്പം നേരത്തെ അവതാരം പറഞ്ഞതുപോലെ ഈ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സ് വരുന്നതാണ്, ഇത്രയും ഭംഗിയായ, ഇത്രയും പ്രൗഢഗംഭീരമായ, അല്ലെങ്കിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു കോടതി കെട്ടിടം കേരളത്തിൽ വേറെ ഇല്ല. അതെന്തുകൊണ്ടും തലശ്ശേരി ഇത്രയും പ്രാധാന്യമുള്ള കോർട്ട് സെൻറ്റർ ആയതുകൊണ്ട് അത് എത്രയും വളരെ നന്നായി, അല്ലെങ്കിൽ വളരെ അഭികാമ്യമായി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ പ്രത്യേകിച്ചും 14 കോടതികളാണ് ഈ ഡിസ്ട്രിക്ട് കോർട്ട് സെൻറ്ററിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. സ്ഥലപരിമിതികൾ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കൺജഷൻ കാരണം നമ്മുടെ പ്രശ്നങ്ങൾ, ഒരുപാട് അസുഖങ്ങൾ വരാനൊക്കെ സാഹചര്യങ്ങൾ, ഓഫീസേഴ്സ് ഹോസ്പിറ്റലൈസേഷനൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇനിയിപ്പോൾ എല്ലാവർക്കും, ഓഫീസേഴ്സിനടക്കം ജഡ്ജസിനും കക്ഷികൾക്കും ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും അഭിഭാഷകർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള, അപ്പോൾ ജനങ്ങളെ സേവിക്കാൻ ഈ നീതി നിർവഹണമാണ് കോടതിയുടെ ലക്ഷ്യം. അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കാനുള്ള എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും സർക്കാർ ഈ ബിൽഡിംഗ് ഞങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. യെസ്, നമുക്ക് ടി കെ നിർമ്മല മേഡത്തോട് ചോദിക്കാം. ഒ ചന്തുമേനോനും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ, എനിക്ക് തോന്നുന്ന ഒരു 500 600 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ന്യായാധിപന്മാർ വന്നു പോയ ഒരു ജുഡീഷ്യൽ ആസ്ഥാനമാണ്. എങ്ങനെ മേഡം കാണുന്നു ഈ ജുഡീഷ്യൽ ആസ്ഥാനത്തെ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ? നിസാർ സാറ് പറഞ്ഞതുപോലെ തന്നെ സാറ് ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ മുമ്പ് മുൻസീഫായിട്ട് കണ്ണൂരിൽ പ്രവർത്തിച്ചിട്ടുണ്ട് 2007. ആ കാലത്തും ഞങ്ങളുടെ ജുഡീഷ്യൽ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന നിലയിൽ തലശ്ശേരിയിൽ വന്നിട്ടുണ്ട്. തലശ്ശേരിയിലെ ഒരു വലിയൊരു അഭിഭാഷക പാരമ്പര്യമുള്ള ഒരു കോർട്ട് കോംപ്ലക്സാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരും മുതൽ ഉള്ളവർ എന്ന് പറയുമ്പോൾ തന്നെ അത്തരമൊരു കോടതിയുടെ ഭാഗമായിട്ട് ഇന്നും പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു വലിയൊരു സ്വപ്നമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഭാഗമാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ അറബിക്കടലിൻ്റെ തീരത്താണല്ലോ ഈ കെട്ടിട സമുച്ചയം ഉയർന്നിട്ടുള്ളത്. നമ്മൾ ഈ കോടതികൾ എന്ന് പറയുമ്പം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ കക്ഷികൾ എപ്പോഴും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറ്. ഈ വ്യവഹാരങ്ങളുമായി എത്തുന്ന സാധാരണക്കാർ എപ്പോഴും ഈ ഒരു വലിയ ഒരു ആൾക്കൂട്ടത്തിൽ നിന്ന് കേസിങ്ങനെ വിളിക്കുന്നതും കാത്തു നിൽക്കുന്ന ഒരു ദയനീയ ചിത്രം നമ്മൾ കാണാറുണ്ട്. പുതിയ സംവിധാനങ്ങൾ, അപ്പോൾ ഈ പഴയ സംവിധാനങ്ങളിൽ നിന്ന് പുതിയൊരു സംവിധാനത്തിൽ നമ്മൾ കടക്കുകയാണ്. എങ്ങനെയാണ് ഈ 2 കാലഘട്ടത്തെയും നമ്മൾ? അത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യം. കാരണം മജിസ്ട്രേറ്റ് കോടതികൾ നമ്മൾ കാണുന്നത് ഒരു വല്ലാത്തൊരു സീനാണ്. അവിടെ കോടതികളിലേക്ക് കക്ഷികൾക്കും അഭിഭാഷകർക്കും കോടതി മുറികളിൽ എത്തിപ്പെടുക എന്നുള്ളത് തന്നെ പലപ്പോഴും അവർക്ക് കേസ് വിളിക്കുന്നത് കേൾക്കുന്നത് വരെ വലിയ പ്രശ്നമുണ്ടാകുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് മൈക്ക് സംവിധാനമുണ്ട്, അതുകൊണ്ട് തന്നെ കേൾക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ പുതിയ കോടതിയാണെന്ന് വെച്ചാൽ അത് അവിടെ നല്ല സ്പേസാണ് കോർട്ട് ഹാളിൽ, പിന്നെ നല്ല വരാന്ത. അതുകൊണ്ട് തന്നെ നമ്മളെ ഇപ്പോൾ എൻ്റെ തോന്നുന്നത് 3rd ഫ്ലോറിലല്ലേ സാർ? 3rd ഫ്ലോറിലല്ലേ മജിസ്ട്രേറ്റ് കോടതികൾ? അതെ, കൂടുതൽ വരുന്ന 3rd ഫ്ലോറിലാണ്. അതുകൊണ്ട് തന്നെ 3rd ഫ്ലോർ ആകുമ്പോൾ നമുക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടും. ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. സാക്ഷികൾക്ക് ഇരിക്കാൻ വേണ്ട വിറ്റ്നസ് ബെഞ്ചുണ്ട്, പ്രതികൾക്ക് ഇരിക്കാൻ വേണ്ട സ്ഥലങ്ങളുണ്ട്. എല്ലാവർക്കും വേണ്ട ജനങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു കോടതി തന്നെയാണ്. സൗകര്യങ്ങൾ കൂടുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. ശ്രീ കെ അജിത് കുമാർ, എങ്ങനെ കാണുന്നു ഡിസ്ട്രിക്ട് ഗവൺമെന്റ് പ്ലീഡർ പുതിയ സംവിധാനങ്ങളെ? പഴയകാല നമ്മുടെ കോടതികളിലേക്ക് പ്രോസിക്യൂട്ടർമാരൊക്കെ ഇരിക്കുന്ന സംവിധാനങ്ങൾ തന്നെ വളരെ കൺജസ്റ്റഡ് ആണ്. നിങ്ങളുടെ കീഴിൽ 4 മറ്റ് പ്രോസിക്യൂട്ടർമാരുണ്ട്, പിന്നെ സ്റ്റാഫുണ്ട്. ഈ പഴയ സംവിധാനത്തെക്കുറിച്ച് ആദ്യം ഒന്ന് തുടങ്ങാം. പഴയ സംവിധാനം ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ ജില്ലാ ജഡ്ജി പറഞ്ഞു, 1802 ജില്ലാ കോർട്ട് എന്ന രീതിയിൽ നമുക്ക് തലശ്ശേരി വരുന്നത്. ഫസ്റ്റ് തന്നെ ആദ്യമായിട്ട് വന്നത് സ്റ്റീഫെയിൻ എന്ന് പറയുന്ന ഒരു ജഡ്ജാണ്. 2009 ബ്രിട്ടീഷുകാരാണ്, സ്വാഭാവികമായിട്ടും അറിയില്ല. 1802 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടം. 2009 ആകുമ്പോഴേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗോഡൗൺ ആയിരുന്നു നമ്മുടെ ഡിസ്ട്രിക്ട് ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ കോടതി അല്ലെ? അങ്ങനെ പറയുന്നു കേട്ടു. പക്ഷെ എന്തായാലും കോടതി അങ്ങനെയാണ് അതിനകത്ത്. അതെ, 2009 ആകുമ്പോഴേക്ക് 215 ജുഡീഷ്യൽ ഓഫീസർമാർ. 2009 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം അടക്കം വെച്ചാൽ 215 ജുഡീഷ്യൽ ഓഫീസർമാരാണ് ഇവിടെ ഇരുന്നായിട്ട് രേഖകൾ കാണുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് എന്തായാലും ഒരു 10-400ഓളം ജുഡീഷ്യൽ ഓഫീസർമാർ ഏകദേശം
ഇപ്പോൾ കടന്നു പോയിട്ടുണ്ടാകും തലശ്ശേരിയുടെ ചരിത്രം എടുത്ത്. തലശ്ശേരിയുടെ ചരിത്രം എടുത്ത് പറയുമ്പോൾ നമുക്കറിയാം വിശ്വമാനവിക പുത്രൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കൃഷ്ണയ്യർ, അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് വി ഖാലിദ്, ഭാസ്കരൻ, കെ ഭാസ്കരൻ, ജസ്റ്റിസ് കെ ഭാസ്കരൻ, കുറേ അത്രയും ആളുകൾ. ഇപ്പം തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ, കേരള ഹൈക്കോടതിയിൽ 38ഓളം ജഡ്ജിമാരുണ്ടെങ്കിൽ അത് 5 പേര് കണ്ണൂർ ജില്ലക്കാരാണ്. ഈ ബാർ അസോസിയേഷനിൽ നിന്ന് പോയവരാണ്. അതിൽ 2 എൻ്റെ അഭിപ്രായത്തിൽ 2 ആളുകൾ ഇവിടുത്തെ മെമ്പറാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ അവരിവിടെ വക്കീലന്മാരായിരുന്നവരാണ്. 5 ജഡ്ജിമാരാണ് കണ്ണൂരിൽ നിന്നത്. ഇവിടുന്ന് പോയവരാണ് പല ജുഡീഷ്യൽ ആസ്ഥാനത്ത് വളരെ വലിയ സംഭാവന നൽകിയ കുറേ ജഡ്ജിമാർ ഇവിടുന്ന് തലശ്ശേരിയിൽ നിന്ന് പുത്രന്മാരാണ്. അത് നിങ്ങൾക്കറിയാം, മോച്ചന്ത് മേനോൻ അടക്കെടുത്ത. അപ്പോൾ വലിയൊരു സംഭാവന തലശ്ശേരി. നിങ്ങൾ ഈ ജില്ലാ കോടതി, സാറിരിക്കുന്ന കോടതി പോയി നോക്കിയാൽ കാണാം. സാറിരിക്കുന്ന കസേല ബ്രിട്ടീഷ് ക്രൗൺ പതിപ്പിച്ചതാണ്. 1802. അതിന് പഴക്കം 222 വർഷം, ഇപ്പോൾ 223 വർഷമാണ്. അവിടുത്തെ കോടതികളിൽ പണ്ട് എങ്ങനെയാണോ ഒരു വിദേശ സായിപ്പായ ഒരു ജഡ്ജി ജസ്റ്റിസ് മോർ, തലശ്ശേരിയുടെ ചരിത്രം നിങ്ങൾ നോക്കിയേ. ഓവർ ബ്രിഡ്ജ് ഫോളി, തലശ്ശേരി നമ്മളെ ജസ്റ്റിസ് ഈ ഹോളോവേ റോഡ്, പിന്നെ അപ്പുറം വരുമ്പോൾ എല്ലാ പല ചരിത്രം കൊല ജഡ്ജിമാർ. നമുക്ക് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയോട് തന്നെ ചോദിക്കാം. ശ്രീ നിസാർ സാർ, എന്താണ് താങ്കളുടെ ഈ കോടതി, താങ്കളുടെ സിറ്റിംഗ് നടക്കുന്ന കോടതിയെക്കുറിച്ച് താങ്കളുടെ ഒരു അറിവ് എങ്ങനെയാണ്? ഈ 222 വർഷം അതിൻ്റെ ഒരു വാസ്തു, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മളെല്ലാവരും മനുഷ്യന്മാർ എപ്പോഴും പുതിയത് ആഗ്രഹിക്കുന്നവരാണ്. ഞാനും അതിന് വ്യത്യസ്തനല്ല. അപ്പോൾ പുതിയൊരു കെട്ടിടം വന്നാൽ അതിലേക്ക് മാറണമെന്ന് തോന്നും. അത് സ്വാഭാവികമാണ്. മനുഷ്യർ എത്ര നല്ല പഴയ കെട്ടിടമാണെങ്കിലും പുതിയതിലേക്ക് മാറാൻ തോന്നും. പക്ഷേ തലശ്ശേരിയിലെ ജില്ലാ കോടതി കെട്ടിടം അത് കാണുമ്പോൾ തന്നെ അറിയിക്കുക, അത് ബ്രിട്ടീഷ് കൊളോണിയൽ ആർക്കിടെക്ചറാണ് അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ആ കോടതിയിൽ ഏത് സമയത്തും കൃത്യമായ വെളിച്ചം വരാനുള്ള സംവിധാനം അവിടെയുണ്ട്. ആവശ്യത്തിന് എയർ പാസേജ് കൃത്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കോടതികൾ ഓപ്പൺ കോർട്ട് എന്നാണ് പറയുന്നത്. ഈ കോടതി ശരിക്കും ലിറ്ററലി ഓപ്പൺ കോർട്ടാണ്. അതിന് ചുമരില്ല, ജനലില്ല, വാതിലില്ല. ചുമരും ജനലും വാതിലും ഇല്ലാത്തൊരു അങ്ങനെ ഒരു കോടതിയാണ്. അങ്ങനെ ഒരു കോടതി കേരളത്തിൽ ഇവിടെ ഉണ്ടാവുന്ന കാണില്ല, അല്ലേ? അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അത് ഒരു ആർച്ചുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും നല്ല എയർ പാസേജ് ഉണ്ടാവും. അത് സായിപ്പ് അത് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തതാണ്. കാരണം അവിടെ ഇരിക്കുന്ന ജഡ്ജസിനും അവിടെ ഇരിക്കുന്ന അഭിഭാഷകർക്കും കക്ഷികൾക്കും ആ കാലത്തൊന്നും കറണ്ടില്ല, അതുപോലെ മറ്റുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചവും കാറ്റും കിട്ടാനുള്ള സംവിധാനം അവിടെയുണ്ട്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഈ ചെയറിൻ്റെ കാര്യം പറയുന്നത്, ആ ക്രൗണ് ആദ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല. എൻ്റെ അടുത്ത് ഒരാൾ പോയിൻ്റ് ഔട്ട് ചെയ്തപ്പോൾ സാർ ഇരിക്കുന്ന ആ ക്രൗൺ ഇപ്പോഴും ആ സീറ്റ് ബ്രിട്ടീഷ് പീരീഡിലുള്ളതാണ്, അതിൽ ബ്രിട്ടീഷ് ക്രൗണാണുള്ളത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ അതിലിരിക്കാൻ പാടില്ലെന്നാണ്. ക്രൗൺ മാറ്റണം, ബ്രിട്ടീഷുകാർക്ക് നമ്മൾ ഒന്നും കാര്യമില്ല. പക്ഷേ അതിന് ഇമ്പോർട്ടൻസ് ഇപ്പോഴും ഉണ്ട്. അത്രയും പഴക്കമുള്ള ചെയർ, ഇറ്റ് സ്റ്റിൽ ഇൻടാക്റ്റ്. ഒരു തകരാറും അതില്ലാതെ ആ ചെയറിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മഹാന്മാരായ ന്യായാധിപന്മാർ ഇരുന്ന ഒരു സീറ്റിലാണ്. അവിടെ ഇരിക്കാനൊരു ഭാഗ്യം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനം തോന്നുന്നു. ഈ റെക്കോർഡ് റൂമും ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ അനുബന്ധ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ സാധാരണക്കാരനെ അറിയാൻ എപ്പോഴും ജിജ്ഞാസയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം ഞാൻ. കോടതി ഹാളിനോട് ചേർന്ന് തന്നെ സ്റ്റാഫിന് ഇരിക്കാനുള്ള ഒരു ഹാള് തന്നെയുള്ളത്. ഒരു വലിയൊരു ഹാളാണ്. അപ്പോൾ സ്റ്റാഫ് നിരന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ശിരിസ്താർ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശിരിസ്താർക്ക് എല്ലാവരെയും കാണാം. അപ്പോൾ സ്റ്റാഫിൻ്റെ ഏറ്റവും മുതിർന്ന ഓഫീസിൽ നിന്നുള്ള ശിരിസ്താർ ഉണ്ടാവും. അദ്ദേഹത്തിന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റാഫിനും കാണുന്ന രീതിയിലാണ് സായിപ്പ് അന്നേ അത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഓരോരോ ചേംബർ ആക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്ക് നേരിട്ട് തന്നെ ആ ബെഞ്ചിൽ അവിടെ എല്ലാവരെയും കാണാൻ പറ്റുന്ന സംവിധാനം. ഇത് എത്ര നില കെട്ടിടമാണ് സാർ ശരിക്കും താങ്കൾ? ആ ഒരു കെട്ടിടം 2 നില കെട്ടിടമാണ്. അതിനകത്ത് അപ്സ്റ്റെയറിലാണ് ജില്ലാ കോടതി ഉള്ളത്. താഴെ നിലയിൽ മുനിസിപ്പൽ കോടതിയാണ്. കോൺക്രീറ്റ് അല്ല, അത് പണ്ടത്തെ ആ ഒരു ചുണ്ണാമ്പാണ് ഉപയോഗിച്ച്, അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. ഫ്ലോർ മരം കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ട്, മരമാണ് ഫ്ലോർ, മരമാണ്. അതിന് റൂഫും അത് ടൈൽഡാണ്. പിന്നെ അതിനോട് ചേർന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കോർഡ് റൂം. ഒരു സ്ഥലത്തും കാണാം, കേരളത്തിൽ നിന്നാലും മിക്കവാറും ഇന്ത്യയിൽ തന്നെ ഇവിടെ ഇത്രയും നല്ലൊരു റെക്കോർഡ് റൂം. അത് വലിയൊരു പറയുന്നത് ഒരു ട്രഷർ, ഒരു നിധി തന്നെയാണ്. നീതി സംവിധാനത്തിൽ ഈ മലബാർ മേഖലയിലെ നീതിന്യായ ചരിത്രത്തിനെ കുറിച്ചുള്ള ഒരു നിധിയാണ് അതിൽ കിടക്കുന്നത്. അത് എത്രമാത്രം അതിലുണ്ട്, അതിൻ്റെ ഒരു രേഖകൾ കിടക്കുന്നു എന്നുള്ളത് ഇപ്പം വളരെ ഒരു അന്വേഷണമൊക്കെ നടത്തി അല്ലെങ്കിൽ റിസർച്ച് നടത്തി കണ്ടെത്തേണ്ട കാര്യമാണ്.
അത്രയ്ക്കും പഴയ രേഖകൾ അതിൽ കിടക്കുന്നു. ആ രേഖകൾ സംരക്ഷിക്കാനുള്ള നടപടികൾ അതിപ്പം ഇൻടാക്റ്റ് ആണ്. ഇപ്പോൾ ഒരു കുഴപ്പമൊന്നും നടന്നില്ല. അന്ന് ഉണ്ടാക്കിയ അതേ റാക്ക് തന്നെയാണ് സായിപ്പ് അതുണ്ടാക്കിയ അതേ റാക്കും അതേ മെറ്റീരിയൽസ് ഉപയോഗിച്ച്. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് എന്നുള്ളത് അത്രയും കാലം മുമ്പുണ്ടാക്കിയ റെക്കോർഡ് റൂമിൽ ഇപ്പോഴും നമുക്ക് റെക്കോർഡ് വെക്കാനുള്ള സ്പേസ് ബാക്കിയുണ്ട് എന്നുള്ളത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അത് സ്പേസ് ബാക്കി. നമ്മളെല്ലാ റെക്കോർഡ്സ് അവിടെ തന്നെയാണ് കീപ്പ് ചെയ്യുക. ഇനിയും സ്പേസ് അവിടെയുണ്ട്. ആ രീതിയിലാണ് അത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതാണ് എൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ സംരക്ഷിക്കാനുള്ള എല്ലാ സംവിധാനവും അവിടെ ഉണ്ട്. ഞങ്ങൾ ഡിജിറ്റൈസേഷൻ ചെയ്യാനുള്ള ചെയ്തുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിൻ്റെ നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കോടതിയിലും റെക്കോർഡ്സ് ഡിജിറ്റൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഇരിക്കുന്ന കോടതിയിൽ ആ കെട്ടിടത്തിൽ എത്ര കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട്? ആ കെട്ടിടത്തിൽ 2 കോടതി മാത്രമേ ഉള്ളൂ. ആ കോടതികൾ തുടരാൻ തന്നെയാണോ? അത് അവിടെ തന്നെ തുടരും. ആ 2 കോടതികളും മാറുന്നില്ല. ആ 2 കോടതി അതേ കെട്ടിടത്തിൽ തന്നെ തുടരും. എന്തുകൊണ്ട്? അത് കോടതിയുടെ കെട്ടിടത്തിന്റെ പ്രാധാന്യം ആയിരിക്കാം. കാരണം ഇത് ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ഇല്ല. ഞാൻ കഴിഞ്ഞ 2023 വന്നത്. വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ബിൽഡിംഗ് ഒക്കെ വരുന്നത് അതിലേക്ക് ഒരു പുതിയ വീടുണ്ടാക്കും അടക്കോളാന്ന് ഞാൻ ആഗ്രഹിച്ചു. വന്നപ്പോഴാണ് അറിയുന്നത് ഈ കോടതി ഷിഫ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ ഇതുകൊണ്ട് തന്നെ ആവാം. ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത, ഈ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ സായിപ്പുണ്ടാകുന്ന ആ കെട്ടിടത്തിൻ്റെ ഒരു പ്രത്യേകത, അത് നിലനിർത്താൻ വേണ്ടി തന്നെ ആയിരിക്കും ആ കോടതി അവിടെ തന്നെ നിർത്തിയത്. കാരണം എറണാകുളം ജില്ലയിൽ ഇതുപോലെ തന്നെ പഴയ കെട്ടിടത്തിലാണ് കോടതി ഉണ്ടായത്. എറണാകുളം ജില്ലയിൽ അവിടെ പുതിയ ബിൽഡിംഗ് വന്നപ്പം ജില്ലാ കോടതി പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി. ഈ പഴയ കോടതി ഞാൻ ഇരുന്നിട്ടുണ്ട്. പോക്സോ കോടതി അവിടെ ഞാൻ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് മാറി. അവിടെയാണ് ജോലി. ഇപ്പോൾ പോക്സോ കോടതി അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ അന്നുണ്ടായിരുന്ന ജില്ലാ ജഡ്ജും മറ്റുള്ള ഇത് ബന്ധപ്പെട്ട ആളുകൾ, ഇവിടുത്തെ ബാർ അസോസിയേഷൻ മറ്റുള്ള ആളുകൾ ചിന്തിച്ച് കാണും ഈ ബിൽഡിങ്ങിൽ നിന്ന് ഈ കോടതി ഇവിടെ തന്നെ നിലനിർത്തണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കാം അങ്ങനെ നിലനിർത്തി. യെസ്, നമുക്ക് തിരിച്ചു വരാം. നിർമ്മല മാഡം, ഈ പുതിയ കോടതി സമുച്ചയങ്ങൾ വരികയാണല്ലോ, വനിതാ ജുഡീഷ്യൽ ഓഫീസേഴ്സൊക്കെ, നിങ്ങളുടെയൊക്കെ സൗകര്യങ്ങൾ എത്രമാത്രം വരുന്നുണ്ട് പുതിയ കോടതി സമുച്ചയത്തിൽ? സൗകര്യങ്ങൾ വനിതാ ജുഡീഷ്യൽ ഓഫീസർ എന്ന നിലയ്ക്ക് പ്രത്യേക സൗകര്യങ്ങളൊന്നുമില്ല. എല്ലാ ജുഡീഷ്യൽ ഓഫീസർമാർക്കും ഇപ്പോഴുള്ളതിനേക്കാളും ഇരട്ടി സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് അവിടെ. മാഡത്തിന്റെ കോടതി അങ്ങോട്ട് മാറുന്നത്? ഉണ്ട്. എൻ്റെത് മോട്ടോർ ആക്സിഡൻസ് ക്ലെയിംസ് ട്രിബ്യൂണലാണ്. അത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ്. കാരണം അപകടത്തിൽ പരിക്ക് പറ്റിയവർക്ക് വരുന്ന ഒരു സൗകര്യം പരിഗണിച്ച് തന്നെയാണ് അത് ഗ്രൗണ്ട് ഫ്ലോറിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ മോട്ടോർ ആക്സിഡൻസ് ക്ലെയിംസ് ട്രിബ്യൂണൽ മാത്രമാണ് കോടതിയായിട്ടുള്ളത്. മറ്റു കോടതികളും മുകളിലാണ്. ശ്രീ അജിത്ത്, എങ്ങനെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് മാറുമ്പോൾ അവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ്റെ ജില്ലാതല ഓഫീസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 8ഓളം പ്രോസിക്യൂട്ടർമാർ ഇപ്പോൾ നിലവിലുണ്ട്. തലശ്ശേരിയിലുണ്ട്. വിശാലമായ ഒരു ഓഫീസ് സൗകര്യങ്ങൾ കാരണം ഞങ്ങളോട് പോലീസ് കേസുകൾക്ക് പുറമെ നമുക്ക് ജില്ലയിലെ റവന്യൂ കേസുകളും കൂടി കൈകാര്യം ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു ഓഫീസ് ഏകദേശം 35ഓളം സ്റ്റാഫുകളുടെ ഒരു ഓഫീസാണ് ഇപ്പോൾ GP ഓഫീസ്. ഞങ്ങൾക്ക് ഏകദേശം നല്ല 4ാം നിലയിലാണ് ഞങ്ങളുടെ ഓഫീസ്. വിശാലമായ അർത്ഥത്തിൽ തന്നെയാണ് ഞങ്ങളുടെ ഓഫീസ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ നിലകളിലേക്കും ലിഫ്റ്റ് എല്ലാ ഓഫീസുകളും ശീതീകരിച്ച ഓഫീസുകളാണോ? ഞങ്ങളെ കാലത്ത് നമുക്ക് എന്തായാലും അതായത് എല്ലാ ജുഡീഷ്യൽ ഓഫീസർമാരുടെയും അതുപോലെ തന്നെ ജില്ലാ പ്രോസിക്യൂട്ടറായ ഞങ്ങളുടെ ഓഫീസും ശീതീകരിച്ചതാണ്. കോർട്ട് ഹാളും ശീതീകരിക്കാനുള്ള സംവിധാനം ബാർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇത് ഉന്നയിച്ചിട്ടുണ്ട്. ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ കിട്ടുന്ന നിലക്ക് അത് ആവശ്യമായ കൈകാര്യം ചെയ്യാന്ന് ജില്ലാ ജഡ്ജി അടക്കം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. സൗകര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്. മൊത്തം ഈ 8 നിലകളിലാണ്. 8 നിലകളിലാണ്. എത്ര കോർട്ട് ഹാളുകളാണ്? 10 കോടതി ഹാളാണ് മൊത്തം ഉള്ളത്. 10 കോടതികൾ വർക്ക് ചെയ്യും. അതിന് പുറമെ മറ്റനുബന്ധ സൗകര്യങ്ങൾ ക്യാൻറ്റീൻ ഉണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ബാങ്കിങ് സൗകര്യമുണ്ട്, പ്രത്യേക ഈ ലൈബ്രറി സൗകര്യങ്ങൾ, കോൺഫറൻസ് ഹാൾ, എല്ലാ സൗകര്യങ്ങളുണ്ട്. എല്ലാ സംവിധാനത്തോടും കൂടിയാണ് എല്ലാം ഇന്ന് ലഭ്യമാവുന്ന അല്ലെങ്കിൽ ഒരു 10-30 വർഷത്തേക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ അതിലുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. ജഡ്ജിയോട് ഡിസ്ട്രിക്ട് ജഡ്ജിയോട് കാര്യം 222 വർഷം പഴക്കമുള്ള കോടതി വീണ്ടും തുടരുകയാണെന്ന് പറയുന്നു. താങ്കൾ അതിൻ്റെ ഒരു സുരക്ഷിതത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ആശങ്കയുണ്ടോ? അവിടെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? സുരക്ഷാ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മൾ നേരിട്ടുള്ള നമ്മൾ അവതാരകൻ ചോദിച്ച ചോദ്യത്തിൽ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ എത്രയായാലും നമ്മൾ കോടതിയാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിലമതിക്കാനാവാത്ത റെക്കോർഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കോടതിയിൽ ഒരുപാട് റെക്കോർഡ്സ് വേറെയുണ്ട്. പിന്നെ കോടതിയിൽ വരുന്ന കേസുകളെ ബന്ധപ്പെട്ട് എന്തായാലും ഇത്തരം കേസുകൾ വരുമ്പോൾ അവിടെ സെക്യൂരിറ്റി ആസ്പെക്ട് എപ്പോഴും ഉണ്ട്. ഇതുവരെ അങ്ങനെ മേജർ ഇഷ്യൂസ് നമുക്കിവിടെ വന്നിട്ടില്ല. എന്നിരുന്നാലും ഈ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതോടനുബന്ധിച്ച് തന്നെ ആ ബിൽഡിങ്ങിൻ്റെ സുരക്ഷയ്ക്കായി പ്രത്യേകിച്ച് സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ കോടതി എടുക്കുന്നുണ്ട്. നിലവിലുള്ള ചരിത്ര സ്മാരകം കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള പ്രവൃത്തി. സ്മാരകം എന്ന് മാത്രമല്ല, പൊതുവെ റെക്കോർഡ് റൂമും പൊതുവെ എല്ലാം ഇപ്പം തന്നെ നമ്മുടെ ജില്ലാ കോടതി മൊത്തം CCTV അണ്ടർ സർവൈലൻസിലാക്കി കഴിഞ്ഞു. പുതിയ കെട്ടിടം മൊത്തം അതിൻ്റെ എൻ്റയർ ഏരിയ ഔട്ട്സൈഡ് എൻ്റയർ കോട്ടോൾ ഒഴികെയുള്ള എല്ലാ ഏരിയയും CCTV സർവൈലൻസിലായിരിക്കും. അതുകൊണ്ട് സെക്യൂരിറ്റി ആസ്പെക്റ്റ് നമ്മൾ
ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമാവില്ല. ഇനിയിപ്പോൾ അത് പോലീസ് സെക്യൂരിറ്റിയും കൂടി ആ ഒരു രീതിയിൽ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് എൻട്രി നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് ആ കെട്ടിടം മാത്രമാണോ ഇത്ര പഴക്കമുള്ളത് ഈ കോടതി കോംപ്ലക്സിൽ? ഈ കോംപ്ലക്സിൽ ഏറ്റവും അത് തൊട്ടടുത്ത് തന്നെ സബ് കോടതിയുടെ ഉണ്ട്, പ്രിൻസിപ്പൽ സബ് കോടതി ബിൽഡിംഗ് ഉണ്ട്, CJM കോടതിയുണ്ട്. ഈ 3 കെട്ടിടങ്ങളാണ് ഏറ്റവും കൊളോണിയൽ സ്ട്രക്ചറായിട്ട് ഇപ്പം നിലവിലുള്ളത്. മറ്റതൊക്കെ പിന്നീട് വന്നിട്ടുള്ളതാണ്. ജില്ലാ കോടതിയുടെ മുമ്പിൽ റോഡ് സൈഡിൽ തന്നെ ഉള്ള നേരത്തെ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അതിലാണ് ഇപ്പോൾ 6ഓളം കോടതികൾ പ്രവർത്തിക്കുന്നത്, MACT അടക്കമുള്ളത്. ആ കോടതി ഒന്നടക്കം മറ്റേതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. ഓക്കെ, പുതിയ എല്ലാ ആ സംവിധാനങ്ങളും മുഴുവൻ അങ്ങോട്ട് വരും. ഡിസ്ട്രിക്ട് കോർട്ടും അതിൻ്റെ ഡിസ്ട്രിക്ട് കോർട്ടും തൊട്ട് താഴെ മുനിസിപ്പൽ കോടതിയും പിന്നെ CJM കോടതിയും പിന്നെ ഒരു ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ കേസിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക പിന്നീട് വന്ന കെട്ടിടമാണ്. ഈ 4 കോടതികൾ അതാത് കെട്ടിടത്തിൽ നിലനിൽക്കും. ബാക്കി 10 കോടതിയിൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറും. ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KA സജീവനും കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഡിസ്ട്രിക്ട് ജഡ്ജിയോട് ഇതെപ്പോഴാണ് നാടിന് സമർപ്പിക്കുന്നത്, ഇതിന്റെ ഉദ്ഘാടനം ആര് നിർവഹിക്കുന്നു, ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന കാര്യം ചോദിക്കാം പ്ലീസ്. ഈ പുതിയ കെട്ടിടം ഈ മാസം 25-ാം തീയതി രാവിലെ 9:30 കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളും കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് നിതിൻ ചാംദാറും ചേർന്നുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. തദവസരത്തിൽ കേരളത്തിൻ്റെ നിയമമന്ത്രി, കേരളത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ എന്നിവരും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കേരള ലെജിസ്ലേറ്റീവ് സ്പീക്കറായ അഡ്വക്കേറ്റ് ഷംസീർ അവർകളും അതിനു പുറമെ കേരള ഹൈക്കോടതിയിലെ 5 ജഡ്ജസ്, ആ 5 പേരും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. അതിനു പുറമെ ഈ കണ്ണൂർ ജില്ലയുടെ ചാർജുള്ള ഹൈക്കോടതിയിലെ പോർട്ട്ഫോളിയോ ജഡ്ജായ ജസ്റ്റിസ് TR രവി സാർ അവർകളും 6 പേര്, ഇത്രയും ജഡ്ജിമാരും അതിനു പുറമെ ഈ തലശ്ശേരി ഭാഗം കവർ ചെയ്യുന്ന വടകരയുടെ MP ഷാഫി പറമ്പിലും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായിട്ടുള്ള ജമുന റാണി ടീച്ചർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, പബ്ലിക് പ്രോസിക്യൂട്ടർ, അങ്ങനെ മഹത് വ്യക്തികൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തുന്നത്. ജനപങ്കാളിത്തത്തിൻ്റെ കാര്യം പറയുകയാണ്, തലശ്ശേരിക്കാർ ഒന്നടങ്കമാണ് ഇത് നടത്തുന്നതെന്ന് പറയാൻ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഇതിൻ്റെ സ്വാഗത സംഘ രൂപീകരണ മീറ്റിംഗ് നടത്തിയപ്പോൾ ഹോളും നിറഞ്ഞ് കവിഞ്ഞിരുന്നു ആളുകളുണ്ട്. അപ്പോൾ തലശ്ശേരിക്കാർ ഇത് അവരുടെ ഒരു 9:30 മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഒരു ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ? അല്ല, ഉദ്ഘാടനം കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ. കോടതിക്ക് എപ്പോഴും സാധാരണ രീതിയിൽ അങ്ങനെ വേറെ. എത്ര മണിക്കാണ് ആ ഉദ്ഘാടന സെഷൻ തീരുക? 9:30 കഴിഞ്ഞ് 11 മണി. കോടതി ലീവാണോ? ഇല്ല, കോടതി ഒരിക്കലും ലീവാണ്. ഉദ്ഘാടന ദിവസം അവധിയില്ലേ? അവധിയില്ല. അതാണ് കോടതിയുടെ പ്രത്യേകത. കോടതികൾ അങ്ങനെ ഒരു ഉദ്ഘാടനത്തിൻ്റെ പേരിൽ മാറ്റിവെക്കാനാവില്ല. അത് 11 മണിക്ക് സിറ്റിംഗ് നടന്നിരിക്കണം. അത് നിർബന്ധമായിട്ടും അന്നും നടക്കും. അന്ന് മുതൽ ആ 10 കോടതികൾ ആ ബിൽഡിങ്ങിലാണ് അവിടെ പ്രവർത്തനം ആരംഭിക്കും. ഒരു കോടതികളുടെ പ്രവർത്തനവും ഉദ്ഘാടന ദിനം തടസ്സപ്പെടുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റെന്തെങ്കിലും ആഘോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡിസ്ട്രിക്ട് ജഡ്ജിക്ക് അതേക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ബാർ അസോസിയേഷൻ പ്രസിഡന്റിനോട് ചോദിക്കാം, എങ്ങനെയാണ് ഈ ഉദ്ഘാടന കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്? കാലത്തെ ചിന്മയ സ്കൂളിലെ വിദ്യാർത്ഥികൾ 9 മണിക്ക് ബാൻഡ് മേളം പരിപാടിയുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രിയും ഹൈക്കോടതി ജഡ്ജും കൂടി, ചീഫ് ജസ്റ്റിസും കൂടി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതിനുശേഷം ഓരോ കോടതികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പോയി ഓരോ കോടതികളിലും ഇരിക്കുന്നൊരു ചുറ്റുപാടുണ്ടാവും. അവർ ബാക്കിയുള്ള പ്രിസൈഡിങ് ഓഫീസേഴ്സും ഓരോ കോടതികളും. പിന്നെ അതിന് ഞങ്ങളെ ഉദ്ഘാടന ചടങ്ങ് 10:50 കഴിഞ്ഞാൽ അവർക്ക് കൂടി എല്ലാ കോടതി ഹാളുകളും കാണേണ്ട ഒരു സൗകര്യാർത്ഥമാണ് ഇങ്ങനെ 11 മണിക്ക് അവിടെ പോയി ഇരിക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കി. ഹൈക്കോടതി ജഡ്ജിമാർ കോടതികളിൽ വന്ന് കാണണ്ട, ജുഡീഷ്യൽ ഓഫീസർമാർ ഇരുന്നത് വന്ന് കാണാനുള്ളൊരു ചുറ്റുപാട് അവർക്ക് കൂടി കാണണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു 11:45 കോടതി നടപടികൾ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ചടങ്ങുകളിലേക്ക് കിടക്കും. വേറെന്താണ് ചടങ്ങുള്ളത്? ചടങ്ങുകൾ ഉച്ചക്ക് എല്ലാ ജുഡീഷ്യൽ ഓഫീസർമാരെയും കൂടി ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്. പിന്നെ അതുപോലെ വൈകുന്നേരം ഞങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് നാട്ടുകാർക്ക് വരാൻ പറ്റുമോ? നാട്ടുകാർക്ക് എല്ലാവർക്കും വരാം. 1500-2000 പേർക്ക് ഇരിക്കാനുള്ള ചുറ്റുപാട്. വൈകുന്നേരം പരിപാടികൾ വൈകുന്നേരം
ഒരു സിനെ ആർട്ടിസ്റ്റിനെ കൊണ്ട് ഞങ്ങൾ ഒരു കലാസന്ധി ഉണ്ട്. ആഘോഷത്തിന്റെ ഭാഗമായി അത് ബാർ അസോസിയേഷൻ മുൻകൈയെടുത്ത് ചെയ്യുന്നതാണ്. വേറെന്താണ് അതോടനുബന്ധിച്ച്? വേറെ വക്കീലന്മാർക്ക് കുറച്ച് പാട്ട്, ഡാൻസ് ഇതിനൊക്കെയുള്ള വക്കീലന്മാരുടെ കലാവിരുന്ന് കൂടി അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് ഷോർട്ടായിട്ടുള്ള പരിപാടികൾ മാത്രം, അത്രയും. അങ്ങനെ സന്ധ്യയ്ക്ക് ഒരു രാത്രി ഒരു 7:30-8 മണി വരെ തുടരുന്ന രീതിയിൽ ഉണ്ടാവും പരിപാടി. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടത്. പിന്നെ വൈകുന്നേരം ഇവർക്ക് ഭക്ഷണത്തിനുള്ള ചെറിയ സംവിധാനമുണ്ട്. വീട്ടിൽ കൂടുതൽ പോലെ കാലത്തെ ഞങ്ങൾ കാപ്പി അതുപോലെ തന്നെ ചെറിയൊരു പാക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ഗൃഹപ്രവേശന ചടങ്ങ് സത്യം അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തലശ്ശേരിയിലുള്ള ജനങ്ങളുടെ വേണമെങ്കിൽ പറയാം. ഞങ്ങളെ അതിലൊരു ജുഡീഷ്യൽ ഓഫീസേഴ്സും അഭിഭാഷകരും അതിനൊരു മുൻകൈ എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വീട്ടിലേക്കുള്ള ഗൃഹപ്രവേശം തന്നെയാണ് അന്ന് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വരുന്നവർക്ക് ഒരു ചെറിയ സ്നാക്സ്, നമ്മുടെ വീട്ടുകളിലൊക്കെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ചെറിയൊരു സ്നാക്സ് എന്നുള്ള ഒരു വിരുന്ന് എന്നുള്ള നിലയിൽ അത് സംഘടിപ്പിക്കുന്നു. അതിനുശേഷം കാരണം ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു പുതിയ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനമാണല്ലോ. അതുകൊണ്ട് അന്ന് ഏത് കോടതി കെട്ടിടവും ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അന്ന് ആ പുതിയ കോടതിയിൽ സിറ്റിംഗ് നടക്കും. പിന്നെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ കോടതികളിൽ ഹൈക്കോടതി ജഡ്ജസ് വരുന്നു എന്നുള്ളത് അവർ കോടതിയുടെ പ്രവർത്തനം ഒന്ന് വിലയിരുത്തുക എന്നുള്ളത് കൂടി ഉള്ളതാണ്. അപ്പോഴും ഞങ്ങളുടെ അതാത് കോടതികളിലെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സിൻ്റെ സിറ്റിംഗ് നടത്തുന്ന രീതിയും എങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ചെറിയൊരു വിലയിരുത്തലുകൾ കൂടി കോടതിയുടെ പ്രവർത്തനം, കോടതിയുടെ അന്തരീക്ഷം ഒക്കെ ഒന്ന് വീക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് അത് സാധാരണ ഹൈക്കോടതി ജഡ്ജസ് വന്നിരിക്കാറുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്? കാരണം പുതിയ കോടതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്ന സംവിധാനത്തിൽ നിന്ന് വിശാലമായ സൗകര്യത്തിലേക്ക് പോവുകയാണ്. അന്നേരം ഉണ്ടാകാവുന്ന ഭൗതികവും മാനസികവുമായ ഒരു ചേഞ്ച് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? അത് തീർച്ചയായും ഭൗതികവും മാനസികവുമായ നല്ലൊരു ചേഞ്ച്. കാരണം അവിടെ വരുന്ന ജുഡീഷ്യൽ ഓഫീസർ, കാരണം നമുക്കറിയാലോ നമ്മുടെ ഒരു ചുറ്റുപാട് ഒരു അന്തരീക്ഷം നന്നായാൽ തന്നെ നമ്മളെ പ്രവൃത്തി നന്നാവും. ആ അന്തരീക്ഷം നന്നാവുമ്പോൾ ഞങ്ങളെ പ്രവൃത്തി, അതായത് ജുഡീഷ്യൽ ഓഫീസറുടെയും കോടതിയിലെ ജീവനക്കാരുടെയും പ്രവൃത്തികൾ കൂടുതൽ നന്നാവും. അതുപോലെ തന്നെ കോടതിയിലെത്തുന്ന അഭിഭാഷകരായാലും കക്ഷികളായാലും അവർക്കുള്ളൊരു എല്ലാവരും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു റിലാക്സ്ഡ് ആയ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക, വളരെ ശാന്തമായ, അതായത് കോടതി ഒരു ജനങ്ങളിൽ നിന്ന് വളരെ ശാന്തവും സമാധാനവുമായ അന്തരീക്ഷത്തിൽ ജനങ്ങൾ പേടിക്കേണ്ട ഒരു സ്ഥലമല്ല നീതി നിർവഹണം നടപ്പിലാക്കുക. അല്ല സർ, ഈ 10 കോടതി അങ്ങോട്ട് മാറുമല്ലോ, അപ്പോൾ 10 കെട്ടിടങ്ങളോട് ഒഴിവ് വരുമല്ലോ. ആ കെട്ടിടങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അവിടെ പുതിയ എന്തെങ്കിലും സംവിധാനം വരുമോ? ഇനി തലശ്ശേരിയിലേക്ക് കൂടുതൽ കോടതികൾ വരുന്നുണ്ടോ ഈ കോടതി കോംപ്ലക്സിലേക്ക്? 10 കെട്ടിടങ്ങൾ വേക്കൻ്റ് ആവുന്നില്ല, 10 കോടതികൾ പ്രവർത്തിച്ചിരുന്ന സ്പേസ് നമുക്ക് വേക്കൻ്റായി കിട്ടുന്നുണ്ട്. ആ ഭാഗം, ആ ഏരിയ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുമൊക്കെ ആലോചിച്ച് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നമ്മൾ നടപടികൾ എടുക്കുന്നതാണ്. ഈ കോമ്പൗണ്ടിന് പുറത്ത് പ്രവർത്തിക്കുന്ന വിജിലൻസ് കോർട്ട്, എൻക്വയറി കമ്മീഷണറുടെ ഒരു കോടതിയുണ്ട്. അത് ഇങ്ങോട്ട് മാറണമെന്നുള്ള റിക്വസ്റ്റ് തന്ന് അത് ഹൈക്കോടതിൻ്റെ പരിഗണനയിലുണ്ട്. ഹൈക്കോടതി അത് അംഗീകരിക്കുകയാണെങ്കിൽ ആ ഒരു കോടതി കൂടെ നമുക്ക് ഈ കോമ്പൗണ്ടിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഒരു ബെഞ്ച് തലശ്ശേരിയിലേക്ക് നേരത്തെ തത്വത്തിൽ അംഗീകരിച്ച് ഇട്ടുണ്ട്. അതിനും സ്പേസ് കണ്ടെത്താനുമുണ്ട്. അതും അദ്ദേഹത്തിന് അത് ചെയർമാനായിട്ടുള്ള ജസ്റ്റിസ് റഹീം സാർ ഇവിടെ വന്ന് നോക്കി പോയിട്ടുണ്ട്. അവർ റിക്വസ്റ്റ് പ്രകാരം ഹൈക്കോടതി പരിഗണിച്ച് ഹൈക്കോടതി അക്കോമഡേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അവരെ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഇനി പുതിയ കോടതികൾ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ കോടതി കണ്ണൂരിലേക്ക് വരാനുണ്ട്. അത്തരം കോടതികളൊക്കെ വരുമ്പോൾ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്പേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കൊണ്ടുവരാൻ എല്ലാവിധ സൗകര്യം നമ്മൾ നിലവിലുണ്ട്. പിന്നെ എന്ത് തന്നെയായാലും പഴയ കെട്ടിടമായാലും പുതിയ കെട്ടിടമായാലും ഇവിടെയുള്ള ജനങ്ങൾക്ക് നീതി തേടുന്നവർ സമയബന്ധിതമായി കാര്യപ്രാപ്തമായ നീതി ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം. കെട്ടിടം ഭംഗിയായതുകൊണ്ട് മാത്രം പോരാ. നേരത്തെ എൻ്റെ സഹപ്രവർത്തകർ പറഞ്ഞതുപോലെ കെട്ടിടം ഭംഗിയെ നമുക്ക് സൗകര്യങ്ങൾ കൂടും, റിലാക്സ് ജോലി ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഒരിക്കൽ പറയുകയുണ്ടായി, ഇവിടെ കുറേ കൺജസ്റ്റഡ് ഏരിയ ആയിരുന്നു. ബിൽഡിങ്സൊക്കെ ഇപ്പോൾ ജില്ലാ കോടതി ഇരിക്കുന്ന കെട്ടിടം അല്ലെങ്കിൽ ഇരിക്കുന്ന ചേംബറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരുന്നിട്ട് അസുഖം വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ ജോലി ചെയ്ത് ഇവിടുത്തെ നീതി തേടുന്നു വരുന്ന ആളുകൾക്ക് സമയബന്ധിതമായി കാര്യപ്രാപ്തമായ നീതി ലഭ്യമാക്കുക.
അതിന് ഞങ്ങൾ എല്ലാ ജഡ്ജസും ഇവിടെയുള്ള എല്ലാ തലശ്ശേരിയിലെ എല്ലാ ജഡ്ജസും പ്രതിജ്ഞാബദ്ധമാണ്. തുടർന്ന് നല്ല രീതിയിലുള്ള നീതി നിർവഹണ സംവിധാനം ഇവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് ജില്ലാ ജഡ്ജിയോട് തന്നെ ചോദിക്കാം. എൻ്റെ ചോദ്യം ഇതാണ്, സാക്ഷികൾ നമ്മളെപ്പോഴും കേൾക്കും, സാക്ഷികൾ കോടതിയുടെ അതിഥികളാണ്. പലപ്പോഴും ഈ അതിഥികൾ വരാന്തയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാഴ്ച ഞങ്ങൾ മാധ്യമപ്രവർത്തകർ കാണാറുണ്ട്. പുതിയ കോടതി വരുമ്പോൾ സാക്ഷികൾക്ക് ഒരിടമുണ്ടോ ഇരിക്കാൻ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. പുതിയ കെട്ടിടത്തിൽ സാക്ഷികൾക്ക് പ്രത്യേകം മുറി തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ വരുന്ന കേസിൽ കക്ഷികളായി വരുന്നവർക്കും പിന്നെ അതുപോലെ തന്നെ കൊച്ചുങ്ങൾ വരുന്നവർക്കും കുട്ടികളായിട്ട് വരുന്ന കുട്ടികൾക്കും പിന്നെ മുലയൂട്ടുന്ന അമ്മമാരുണ്ട്, അവർക്കുള്ള സംവിധാനം, ഫീഡിംഗ് റൂമും എല്ലാ സംവിധാനങ്ങളും പുതിയ കെട്ടിടത്തിലുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പം നമ്മുടെ 21st സെഞ്ച്വറിയിലാണെന്നുള്ളത്. ആധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. സെപ്പറേറ്റ് മുറികൾ. അതുപോലെ ഫാമിലി കോടതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി കോടതി വരുന്ന ആ ഒരു ഇപ്പോൾ സഭയും ഹസ്ബൻഡും വൈഫ് തർക്കത്തിനാണല്ലോ അവിടെ വരുന്നത്. അപ്പോൾ ഈ ജെൻസിനിരിക്കാൻ പ്രത്യേകിച്ച് മുറിയുണ്ട്. അതുപോലെ തന്നെ ലേഡീസിനിരിക്കാൻ പ്രത്യേകിച്ച് മുറി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ കൗൺസിലിങ്ങിന് സെപ്പറേറ്റ് സംവിധാനം അവിടെയും അവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ അത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. കാരണം അത് വേറെ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് അടുത്ത കേസിലേക്ക് വരണ്ടെന്ന് വെച്ചാൽ തൽക്കാലം അവരെ മാറ്റി നിർത്തുക. കൗൺസിലിംഗ് കഴിഞ്ഞ് പിന്നെ ഒരുമിച്ച് പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോകാനുള്ള സംവിധാനം എല്ലാം സാക്ഷികൾക്ക് എന്നല്ല ഒരാൾക്കും ആ പുതിയ കെട്ടിടത്തിൽ വന്നു കഴിഞ്ഞാൽ ഇനി പറഞ്ഞതുപോലെ അവതാരം പറഞ്ഞതുപോലെ വരാന്തയിൽ നിൽക്കേണ്ട ആവശ്യം വരില്ല. അവർക്ക് ഇരിക്കാനും ഉള്ള സംവിധാനം ഉണ്ടാവും, കുടിക്കാൻ വെള്ളം കൊടുക്കാൻ സംവിധാനമുണ്ട്, എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും. കുട്ടികളൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ നമുക്ക് പോക്സോ കോടതി ഉണ്ടല്ലോ, അപ്പോൾ ആ കുട്ടികളൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ സൗകര്യങ്ങൾ എങ്ങനെയാണ് അവിടെ? കുട്ടികൾക്കും ചൈൽഡ് ഫ്രണ്ട്ലി റൂം അവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യണം, അത് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചർ അവൈലബിൾ ആക്കണം. അപ്പോൾ എന്ത് തന്നെ ആയാലും കുട്ടികളെ പ്രത്യേകം ടേക്ക് കെയർ ചെയ്യുന്നതാണ്. അവർക്കുള്ള പ്ലേ ഏരിയ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി നമ്മളത് മാനേജ് ചെയ്യുന്നതാണ്. ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ കോടതി ജീവനക്കാർ, അവരുടെ ജുഡീഷ്യൽ ഓഫീസേഴ്സിനൊക്കെ സൗകര്യമുള്ള ജീവനക്കാരുടെ ഒരു വിന്യാസമൊക്കെ എങ്ങനെയാണ് അവിടെ? അതെ, ഇപ്പോഴുള്ള സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജീവനക്കാർക്ക് ഇരിക്കാൻ സ്ഥലമില്ല, ഭക്ഷണം കഴിക്കാൻ സ്ഥലമില്ല. ഇരിക്കുന്ന സീറ്റിൽ ഉച്ച സമയത്ത് ഫയലുകളൊക്കെ മാറ്റി വെച്ച് മിനിമം സമയമെടുത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവരുടെ ഫോളോ ചെയ്തിരുന്നത്. ഇപ്പോൾ അവിടെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ അവർക്കുള്ള റിക്രിയേഷനായാലും എല്ലാറ്റിനുമുള്ള അവർക്കൊന്ന് കൂടിച്ചേരാനും ഒക്കെയുള്ളൊരു സൗകര്യം പുതിയ കെട്ടിടത്തിലുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അഭിഭാഷകർക്കുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? അഭിഭാഷകർക്ക് ലേഡി അഭിഭാഷകർക്ക് വേറെ തന്നെ റൂമും ജെൻസിന് വേറെ തന്നെ റൂം. അങ്ങനെ ന്യായാധിപന്മാർക്ക് അങ്ങനെ ലേഡീസ് ജെൻസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് വേറെ വേറെ റൂമുണ്ട്. എന്തുകൊണ്ടാണ്? ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട സൗകര്യങ്ങൾ അങ്ങനെയുള്ളൊക്കെ വേണമല്ലോ. പിന്നെ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്കൊരു പ്രൈവസി വേണം. അപ്പോൾ ഒരു 400 സ്ക്വയർ ഫീറ്റുള്ള ഒരു റൂമാണ് ലേഡീസിന് കൊടുത്തിട്ടുള്ളത്. കോടതി എത്ര അഭിഭാഷകരാണ്? അഭിഭാഷകർ 716 അഭിഭാഷകർ, 690 പേര് ഏതാണ്ട് എല്ലാ ദിവസവും വരുന്നില്ല. ഒരു 500 പേര് എല്ലാ ദിവസവും 690 തുല്യമാണ്. അത്രയും ആളുകളുണ്ട് ഏകദേശം. പക്ഷെ കണ്ണൂരിനെ അപേക്ഷിച്ച് തലശ്ശേരിയിൽ കുറച്ച് കുറവാന്ന് പറയാം. കണ്ണൂരാണ് ഇപ്പം കൂടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ തലശ്ശേരിയിൽ ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന 35 വർഷം മുമ്പേ 200 ചില്ലറ അഭിഭാഷകരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിന് കണക്കായിട്ടുള്ള വർധനവ് ഉണ്ടായിട്ടില്ല. കണ്ണൂരിലാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വേണമെന്ന് പറയുന്ന വക്കീലന്മാരുള്ളതുകൊണ്ട് കോടതി വേണമെന്ന് പറയുന്നതിൽ കാര്യമില്ല. അവിടെ കേസിൻ്റെ ബാഹുല്യം ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ ജില്ലാ കോടതികൾ കുറേയുണ്ട്. പിന്നെ വരുന്ന കോടതികൾ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പഴയ ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ ഒരുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജെൻസിൻ്റെ റൂമിനെ പറയാമെന്ന് പറഞ്ഞാൽ ഒരു 400-500 സ്ക്വയർ ഫീറ്റുള്ള ഒരു റൂം ജെൻസിന് വേണ്ടിയിട്ട്. പിന്നെ അതിനുള്ള ഫർണിച്ചർ ഒക്കെ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഉദ്ഘാടനത്തിൻ്റെ സമയം തന്നെ എല്ലാ ഫർണിച്ചറും ഒരുക്കുന്നതായിരിക്കും. പിന്നെ ശീതീകരിച്ച മുറികൾ അഭിഭാഷകർക്കുള്ള റൂമുണ്ട്. പിന്നെ ലേഡി അഡ്വക്കേറ്റ് ജെൻസ് അഭിഭാഷകർക്കുള്ളതുണ്ട്, ലേഡി അഭിഭാഷകർക്കുള്ളതുണ്ട്. പിന്നെ അതുപോലെ ഗുമസ്തന്മാരുടെ റൂം കൂടി ഞങ്ങൾ ശീതീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. അവർക്ക് വേറെ തന്നെ റൂമുണ്ട്. ഒരു 300 സ്ക്വയർ ഫീറ്റുള്ള റൂമുണ്ട്. എല്ലാവർക്കും ടോയ്ലറ്റ് സൗകര്യങ്ങളടക്കമുള്ള നല്ല വളരെ നീറ്റായിട്ടുള്ള സൗകര്യങ്ങൾ
കോടതിൻ്റെ അകത്ത് ഞങ്ങൾക്കുണ്ട്, വക്കീൽമാർക്കുണ്ട്, ഗുമസ്തന്മാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിന് പുറമെ ഞങ്ങൾക്കൊരു ലൈബ്രറി കൂടി അവിടെ സജ്ജീകരിക്കുന്നുണ്ട്. പഴയ ഫർണിച്ചർ കൊണ്ട് ഞങ്ങൾ പോളിഷൊക്കെ ചെയ്ത് ഫർണിച്ചർ കൂടി ഒരുക്കുന്നുണ്ട് അവിടെ. സർ, നമ്മൾ ഈ കോടതികളൊക്കെ ഈ വൈദ്യുതിയുടെ ഒരു വിഷയമുണ്ടല്ലോ, അത് പരിഹരിക്കാൻ എന്തൊക്കെ സംവിധാനങ്ങൾ അവിടെ ഒരുക്കി? അപ്പോൾ ഇത് പുതിയ കെട്ടിടത്തിൽ നമുക്ക് വൈദ്യുതിന് പുറമെ സോളാർ സപ്പോർട്ടുണ്ട്. നല്ല കപ്പാസിറ്റിയുള്ള റൂഫ് ടോപ്പിൽ നമ്മൾ സോളാർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതൊരു 6 മാസത്തോളം അത് എല്ലാ പണിയും കഴിഞ്ഞ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിക് കൺസംഷൻ വളരെ കുറയും. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. വലിയ ഹൈലൈറ്റ്. പിന്നെ അത് ബാക്കപ്പ് നമ്മളെ ജനറേറ്റർ ഉണ്ട്. എല്ലാ കോടതിയും ഒരേ സമയത്ത് AC അടക്കം സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഡീസൽ ജനറേറ്റർ നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യും. പവർ ഫെയിലിയർ എന്നത് അവിടെ ഇനി ഉണ്ടാവില്ല. ശുദ്ധജലത്തിൻ്റെ കാര്യത്തിൽ എന്താണ്? ശുദ്ധജലത്തിന് അവിടെ വെള്ളത്തിന് സംബന്ധിച്ച് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ ഒന്നിടവിട്ടുള്ള ഫ്ലോറിലും വാട്ടർ ഡിസ്പെൻസർ വെക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഇത്രയും ഒരുപാട് ആൾക്കാർ വരുന്ന 2000-ത്തിലധികം ആളുകൾ ഒരു സമയത്ത് ഇതിന് വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ എപ്പോഴും വരുന്നൊരു പ്രശ്നമാണ് മെഡിക്കൽ ഇഷ്യൂസ് ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്ലിനിക്ക് കൂടി നമ്മൾ സെറ്റ് ചെയ്യാനുള്ള അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പെട്ടെന്ന് ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ അതിന് ചെറിയ പ്രാഥമികമായിട്ട് ചികിത്സ നൽകാനുള്ള സംവിധാനവും ആ കെട്ടിടത്തിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിംഗ് എങ്ങനെയാണ് സർ? നമ്മളെപ്പോഴും ഏത് കെട്ടിടം എടുക്കുമ്പോഴും ഏറ്റവും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് പാർക്കിംഗ്. അതിനെ എങ്ങനെയാണ് സജ്ജീകരിച്ചത്? ആ ബിൽഡിങ്ങിന് മുമ്പിൽ നമുക്ക് പാർക്കിംഗ്, കാരണം അത് കോർട്ട് ബിൽഡിംഗ് ഉണ്ടായത് റോഡുമായിട്ട് അധികം ഡിസ്റ്റൻസ് ഇല്ലാതെയാണ് അത് പണിതിട്ട്. കാരണം അങ്ങനെയാണ് പൈതൃകമായ ഒരു കെട്ടിടം പിറകിലുള്ളത് കൊണ്ട് അത് പൊളിക്കാതെയാണ് നമ്മളിത് നിലനിർത്തി ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മുൻഭാഗത്ത് കാര്യമൊരു പാർക്കിംഗ് സ്പേസ് ഇല്ല. പക്ഷേ ബാക്കിയുള്ള നമ്മുടെ ഏരിയയിൽ ഇവിടെ പാർക്കിംഗ് സ്പേസ് സ്ഥലമുണ്ട്, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം 8 നില കെട്ടിടമാണല്ലോ സാർ. ഗ്രൗണ്ട് ഫ്ലോറിൽ എന്താണ് സംവിധാനം? ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് നേരത്തെ പറഞ്ഞത് മോട്ടറൈസ്ഡ് ക്ലെയിംസ് ട്രൈബ്യൂണൽ മാത്രം. അവിടെ ക്യാൻറ്റീന്, പിന്നെ ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, പിന്നെ ഒരു അതുകൊണ്ട് പിന്നെ ഫെസിലിറ്റേഷൻ സെൻറ്റർ, അതായത് ജുഡീഷ്യൽ ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറയും. ഒരാളവിടെ വന്ന് ഇപ്പോൾ അഭിഭാഷകർക്കായാലും മറ്റുള്ളവർക്കായാലും എന്തെങ്കിലും നിയമപരമായ സഹായങ്ങൾ ആവശ്യമായോ ഒരു സംവിധാനം കയറി വരുന്നിടത്തുണ്ട്. ഫെസിലിറ്റേഷൻ നമ്മൾ സാധാരണ ഏത് ഓഫീസും വരെ എൻക്വയറി അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയും പോലെ അവിടെയുണ്ട്. ജുഡീഷ്യൽ ഫെസിലിറ്റേഷൻ സെൻറ്റർ അവിടെയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇപ്പോൾ നിയമപരമായിട്ട് ഒന്നാം നിലയിലുള്ളത് നമ്മുടെ ബാർ അസോസിയേഷൻ ഉള്ള അവിടെയാണുള്ളത്. പിന്നെ അവിടെ കുറച്ച് റെക്കോർഡ് റൂമും മറ്റു കാര്യങ്ങളുമാണുള്ളത്. പിന്നെ രണ്ടാം നിലയിൽ 2 മജിസ്ട്രേറ്റ് കോടതികൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ കക്ഷികൾ വരുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ആശ്രയിക്കുന്ന 2 മജിസ്ട്രേറ്റ് കോടതികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മൂന്നാം നിലയാകുമ്പോൾ നമ്മുടെ സബ് കോടതിയാണ്. 2 സബ് കോടതികൾ, ഒരു ഫ്ലോർ മുഴുവൻ സബ് കോടതികളാണ്. 4-ാം നിലയിൽ നമ്മുടെ പ്രോസിക്യൂട്ടറുടെ ഓഫീസ്, ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂട്ടർ ഓഫീസ്, ഇവരുമായി പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ 5-ാം നിലയിൽ ജില്ലാ കോടതിയാണുള്ളത്. 2 ജില്ലാ കോടതികൾ അവിടെ പ്രവർത്തിക്കും. മേലെ നിലയിലും അതുപോലെ 2 ജില്ലാ കോടതികളാണ്. 7-ാം നില അതോടെ അത്രയേ ഉള്ളൂ. 8 നില എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് G+7 ആണ്. അങ്ങനെയാണ് 8 നില. എപ്പോഴും കടലിനെ ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടത്താം. നമ്മുടെ സമയം തീരുകയാണ്. പ്രിയ പ്രേക്ഷകരെ, നമ്മൾ ഈ കോടതിയുടെ പ്രവർത്തനങ്ങൾ സാധാരണക്കാർ ഒന്ന് അറിയുക എന്നുള്ളത് തന്നെയാണ് ഈ നേർരേഖയുടെ ഒരു ലക്ഷ്യം, ഈ നേർരേഖ എപ്പിസോഡിൻ്റെ ലക്ഷ്യം. വലിയ ആഘോഷമാണ് ജനുവരി 25-ന്. കാരണം നമുക്ക് ഇത്ര സൗകര്യത്തിൽ അറബിക്കടലിന് അഭിമുഖമായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോടതി വരാന്തയിൽ എത്ര സംഘർഷത്തോടെ നിൽക്കുമ്പോഴും കടലിലേക്കൊന്ന് നോക്കി ആ വിശാലമായ അറബിക്കടലിനെ നോക്കി ഒന്ന് നിൽക്കാനുള്ള അങ്ങനെ ഒരു കോടതി കോംപ്ലക്സ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എവിടെയുമില്ല. ഇത്ര ഭംഗിയുള്ള, അത് നല്ല ഒരു ആർക്കിടെക്റ്റാണ് അത് ചെയ്തിട്ടുള്ളത്. അത് നാട്ടിലേക്ക് വരികയാണ്, നാടിന് സമർപ്പിക്കുകയാണ്. മ്യൂസിയം ഒരു പ്രത്യേക ഹൈലൈറ്റ് ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കോടതിയിലും ഇല്ലാത്തത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പൈതൃക നഗരമാണ്. കോടതി കെട്ടിടം അത്ര പഴക്കമുള്ളതാണ്. 200 വർഷങ്ങൾ പഴക്കമുള്ള റെക്കോർഡ്സ് നമ്മുടെ കയ്യിൽ, അമൂല്യമായ വസ്തുക്കൾ നമ്മുടെ കയ്യിൽ. ഇത് കുറേയൊക്കെ ജനങ്ങൾക്കും കൂടി കാണാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് ഒരു കോർട്ട് മ്യൂസിയം ഒരുക്കാനുള്ള അത് ഹൈക്കോടതി പെർമിഷൻ തന്നു കഴിഞ്ഞു. നമ്മളിവിടെ കൊളോണിയൽ ആർക്കിടെക്ചറിൽ ഒരു ബിൽഡിംഗ് തന്നെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ആ കോടതി അവിടെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ അവിടെ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. തൽക്കാലം നമ്മളത് ഈ പുതിയ കെട്ടിടത്തിൽ ഒരു റൂമിൽ നമ്മുടെ അടുത്തുള്ള ഈ സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷ് ക്രൗൺ അടക്കമുള്ള ചെയർ,
അതുപോലെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ റെക്കോർഡ്സ് ഉണ്ട്, കൈകൊണ്ട് എഴുതിയ വിധിന്യായങ്ങളുണ്ട്. ഇത് നമ്മുടെ കോടതിയുടെ ബാക്കിൽ തൂക്ക് മരങ്ങളോ അങ്ങനെ എന്തോ ഒരു തൂക്കുമരയില്ല, തൂക്കുമരം നമ്മുടെ ജയിലിൽ സെൻട്രൽ പ്രിസൺ കണ്ണൂരിൽ തന്നെ ഗാലോസ് ഉള്ളത്. അപ്പോൾ ഇത്തരം കാര്യം ജനങ്ങൾ കൂടി കാണാൻ നമ്മൾ പ്രിസർവ് ചെയ്യലും ഇത്തരം റെക്കോർഡ്സൊക്കെ ഈ മുതലുകളും പ്രിസർവ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് പിന്നെ പൊതുജനങ്ങൾക്കും എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഒരു മ്യൂസിയം ഞങ്ങൾ ഇതിൽ സെറ്റ് ചെയ്ത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ ചെറിയ ഇതിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കും. അത് നമ്മൾ ആ ബിൽഡിങ്ങിൽ നമ്മൾ ഒരു റൂമിൽ അറേഞ്ച് ചെയ്യുന്നു. കാണാൻ പറ്റുന്ന കോടതി ആർക്കും വരാം, കോടതി വരുന്ന തടസ്സമൊന്നുമില്ല, ആരുടെ അനുവാദമൊന്നും വേണ്ട, കോടതിയിൽ ആർക്കും വരാവുന്നതാണ്. അപ്പോൾ പ്രേക്ഷകരെ നമ്മൾ പറഞ്ഞ് നിർത്തിയെടുത്ത ഒരു ചരിത്ര മ്യൂസിയം കൂടി റെഡിയാകുകയാണ്. ഒന്ന് തലശ്ശേരി പൈതൃക നഗരി എന്ന് പറയുമ്പോൾ 3 സീകളുടെ നാട് എന്ന് എപ്പോഴും എല്ലാവരും പറയില്ലേ, കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. പക്ഷേ 4 സി ആണ്, കോർട്ടിൻ്റെ ആസ്ഥാനം കൂടിയാണ് തലശ്ശേരി. അപ്പോൾ 25-ന് നമുക്കതൊരു ആഘോഷമാക്കി മാറ്റാം. നമുക്ക് സാധാരണക്കാർക്ക് നീതി തേടി വരുമ്പോൾ ഒരു സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സംവിധാനങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ലഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ പ്രേക്ഷകർക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ പുതിയ ജനുവരി 25-ൻ്റെ ഉദ്ഘാടനം അത് ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരാഘോഷമാക്കി മാറ്റാം എന്ന് മാത്രമാണ് നേർരേഖയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രേക്ഷകർക്കും ഒപ്പം ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും, മൊത്തം 4 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.